പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, തൃശ്ശൂരിലാണ് പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. പൊതുജനങ്ങളുടെ സുരക്ഷ, പോലീസിന് പോലും സുരക്ഷ ലഭിക്കുന്നില്ല, പോലീസിന്റെ വണ്ടികൾ ആക്രമിക്കുന്നു, അങ്ങനെ ഒരുപാട് ഗുരുതര സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങളുടെ സുരക്ഷ അതെവിടെയാണ്? അല്ല, നമ്മുടെ ജനാധിപത്യ ഭരണക്രമത്തിൽ ജനപ്രതിനിധികൾ അധികാരമേൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, അതായത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ രാജ്യത്ത് ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് ആണ്. ആ പോലീസിന് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റിയല്ല എന്ന് വന്നാൽ നമ്മൾ പറയുന്നു ഇവിടുത്തെ ഭരണം പരാജയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി കാണാനായിരിക്കും പലർക്കും താല്പര്യം. അതൊന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ചായ്വ് ഭരണത്തിന് എതിരായതുകൊണ്ടാണെന്ന് പറയും. പക്ഷേ ഇവിടെ 3 പോലീസ് വണ്ടികൾ ആക്രമിക്കുക, ആ പോലീസുകാർക്ക് പരിക്ക് പറ്റുക, ഇപ്പൊ ഒരു പ്രകടനം നടക്കുമ്പം അല്ലെങ്കിൽ അവിടെ ഒരു ലാത്തിചാർജ് ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ പ്രകടനം നടത്തിയവർക്കും പോലീസിനും പരിക്ക് പറ്റിയെന്ന് പറയാം. ഇത് നാട്ടിൽ ഈ പറഞ്ഞതുപോലെ തെമ്മാടിക്കൂട്ടങ്ങൾ കൂടിയിരുന്ന് ഇപ്പോഴത്തെ ഈ രാസലഹരിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതേപോലെ അല്പം ബ്രാൻഡിയോ അല്പം കള്ളോ അല്ല, ഈ രാസലഹരി കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ഇവരുങ്ങളൊക്കെ മൃഗങ്ങളായി മാറുകയാണെന്നാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇത്ര തരത്തിലുള്ള പോലീസിന് പോലും, അതായത് സായുധരായ പോലീസുകാരാണ്. ഇപ്പൊ ജനങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കയ്യിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള യാതൊരു ഉപകരണങ്ങളുമില്ല. ഇപ്പൊ പോലീസിന് ഈ പറഞ്ഞ പോലെ ലാത്തിയും തോക്കും അവർക്ക് ആ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവരുടെ യൂണിഫോം തന്നെ നമ്മളെ യൂണിഫോമത്തെ പേടിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ അങ്ങനെയുള്ളവരെ പോലും പേടിയില്ലാതെ ഈ ആളുകൾ വിലസുന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പോലീസിൽ ഉണ്ടായിരിക്കുന്ന ഒരു പോലീസില് ഒന്നെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കുന്നവരിൽ ഈ പറഞ്ഞതുപോലെ ചില സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചില ക്ലബ്ബുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, റിട്ടയർ ചെയ്ത ഒരു പോലീസുകാരനെ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെയൊക്കെ ഇവര് മെമ്പർഷിപ്പ് കൊടുത്ത് ഓണറി മെമ്പർഷിപ്പ് ആക്കി വെക്കും. അവിടെ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സംരക്ഷണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിനോട് തർക്കിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് മുഖം നോക്കാതെ ഈ ആളുകളുടെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ, ഇപ്പൊ ഇന്ന് തൃശ്ശൂരാണെങ്കിൽ നാളെ അത് കോഴിക്കോടും മറ്റന്നാൾ കണ്ണൂരും അല്ലെ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും ഒക്കെയുള്ള ആളുകൾക്ക് ഇതാകും. സാധാരണ തിരുവനന്തപുരത്താണ് ഗുണ്ടകൾ തമ്മിൽ തല്ലുണ്ടാകുകയും ആ തല്ലിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകങ്ങൾ വരെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ശക്തമായി തന്നെ ഇതിനെ നേരിടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അതേപോലെ നമുക്ക് പറയുന്നൊരു കാര്യമാണ്, അതായത് ഇവർ ഗുണ്ടകളാണെന്ന് അറിയാം. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള സ്ഥലത്ത് നമുക്കറിയാം എത്രത്തോളം സ്വർണ്ണ വ്യാപാരം നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഈ ഗുണ്ടകളെ വളർത്തുന്നത് എന്നുള്ള കാര്യവും കൃത്യമാണ്, വളരെ വ്യക്തവുമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഗുണ്ടകളാണ്, കൊലപാതക ശ്രമത്തിലും അടക്കം ഇവർ കൊലപാതകികളാണ്, അതുപോലെ പ്രതികളും എല്ലാമാണ്, ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങി എന്ന് അറിയുമ്പോൾ കൃത്യമായിട്ട് ഇവരെ മോണിറ്റർ ചെയ്യാത്തത് അല്ലെങ്കിൽ ഇവരെ കൃത്യമായിട്ട് നിരീക്ഷിക്കാത്തതിൻ്റെ ഒക്കെ തന്നെ ബലമല്ലേ ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു അക്രമവും? അതെ, അതിപ്പോ നമ്മൾ മുകളിൽ തന്നെ ഇപ്പം ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ DGP പദവിക്ക് വേണ്ടിയിട്ട് പോലീസിൽ തന്നെ ചേരി തിരിഞ്ഞു പോരാടുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പൊ പോലീസിന്റെ ഉന്നതരായ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായാൽ അത് സ്വാഭാവികമായിട്ട് താഴോട്ട് റിഫ്ലക്ട് ചെയ്യും. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇവിടെ കമ്മ്യൂണിറ്റി പോലീസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആ സിസ്റ്റത്തിൽ ജനങ്ങളുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു പോലീസിന്. അപ്പൊ ഇങ്ങനത്തെ ഇൻഫർമേഷനൊക്കെ ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് വഴി അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടും. അവർക്ക് മുമ്പേ പറഞ്ഞ പോലെയുള്ള നിരീക്ഷണത്തിനൊക്കെ ഇപ്പൊ ആരെങ്കിലും ഒരാള് ഒരു ജില്ലയിൽ നിന്ന് പുറത്ത് വിട്ട ഒരു പ്രതിയെ സ്വാഭാവികമായിട്ടും അവിടെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് പോലീസിനെ അറിയാനും അവരെ നിരീക്ഷിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. എന്തായാലും മനുഷ്യന് സ്വൈര്യമായി ജീവിക്കാനുള്ള ഒരു അവകാശം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള ആളുകള് ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ അവർ കുടിക്കും, കൂത്താടും, അട്ടഹസിക്കും. അപ്പം സമീപ പ്രദേശത്തുള്ള ആളുകൾ ഭയം കൊണ്ട് പോലും ചിലപ്പോൾ പോലീസിനെ അറിയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ജീവിക്കേണ്ടതാ. ഇവരെ ഇങ്ങനെ അവിടെ ഏതെങ്കിലും ആളുകൾ കൂടി എന്ന് പറഞ്ഞ് അവർക്ക് ഈ വസ്തു വിറ്റിട്ട് പോകാൻ പറ്റില്ല. നമുക്കറിയാം വനാതിർത്തിയിലുള്ള ഭൂമിക്കൊന്നും വിലയില്ലാതായി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ അവർക്ക് കാട്ടിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വന്നപ്പം അവര് ജനവാസ കേന്ദ്രങ്ങളിലോട്ട് വരുന്നു, അവിടെ വന്ന് അക്രമം കാണിക്കുന്നു. അപ്പൊ അവര് എങ്ങോട്ട് പോകും? അവർക്ക് ആ സ്ഥലത്തിന് വില പോലും കിട്ടുന്നില്ല.
എന്ന് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കുറെ ആളുകൾ ഇതുപോലെ ഒത്തുകൂടി അക്രമം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്വൈര്യ ജീവിതത്തിന് തന്നെ ഹാനികരമാവും. രാത്രിയിൽ ഇരുന്ന് പഠിക്കേണ്ട മക്കൾക്ക് പഠിക്കാൻ പറ്റാതെ വരും. അങ്ങനെ എന്തുകൊണ്ടും ഒരു സമാധാന അന്തരീക്ഷം പോകും. അതുകൊണ്ട് പോലീസ് ഇങ്ങനെയുള്ള ആളുകളെ നന്നായി അമർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദിയുണ്ട് സാർ പ്രതികരണത്തിന്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലാണ് പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.